ഹലോ ഗൈസ്, എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കയ്യിൽ നിൽക്കുന്ന ആളെ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി നാടൻ മുളകിട്ട് വെച്ച കോഴിക്കറി. അപ്പം ഇവനെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഇവനെ വീട്ടിൽ വളർത്തുന്നതാണ്. ഇവനെ തൊടാൻ പറ്റൂല. നമ്മൾ കടയിൽ നിന്ന് വേറെ കോഴീനെ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാ ഗൈസ്, നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ട ആദ്യത്തെ സാധനം നമ്മുടെ ചിക്കൻ തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളി, വെല്ലുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, 5 പച്ചമുളകും അതുപോലെ തന്നെ 4 മീഡിയം സൈസ് ഉള്ളിയാണ് ഇതുപോലെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ മസാല വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മുടെ ഇലകൾ, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന, വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വെള്ളുള്ളി, വെളുത്തുള്ളി എന്നൊക്കെ പറയുന്ന വെള്ളുള്ളി, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി രണ്ടും കൂടെ ചതച്ച് എടുത്തത്. മീഡിയമായിട്ടേ ചതയ്ക്കുന്നുള്ളൂ, നല്ല പേസ്റ്റ് രൂപത്തിലാക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി ആവശ്യത്തിന്. 2 തക്കാളി എടുത്തതാ ഈ സൈസിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ അതേ നമ്മുടെ വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ഈ കാണുന്ന കുറച്ച് ഐറ്റംസ് മാത്രം മതി നമുക്ക് നമ്മുടെ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, അത് കഴിഞ്ഞ് നമ്മുടെ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ മസാലകളും ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ചിക്കനിൽ കുഴച്ചെടുത്തിട്ട് മസാലകളൊന്ന് പിടിച്ചെടുക്കണം. അപ്പോൾ മസാല പിടിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അവിടെ കിടക്കണം. നല്ല രീതിയിൽ മസാല എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മസാല സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കുഴച്ചെടുക്കണം. ചിക്കനിലെ എല്ലാ ഭാഗത്തും ആവണം. ഓക്കെ, ഇതാ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അടിയിൽ കാണുന്ന വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ കളറിനെ കണ്ടാൽ അറിയില്ലേ. ഗൈസ്, നമ്മുടെ ചിക്കൻ ഇതോടെ സെറ്റായിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ, ഒരു 10 മിനിറ്റ് മസാല പിടിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കണം എന്നാണ് കോഴിക്കോട് പറയുക. മറ്റ് സ്ഥലങ്ങളിലൊക്കെ എന്താ പറയല്, നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയേക്കേ. നല്ല രീതിക്കൊന്ന് വാട്ടിയെടുക്കാം. അത്യാവശ്യം ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാനും. ഉള്ളി നിങ്ങൾ കണ്ടാൽ വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാവുമെന്നല്ല, ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട്, അത്ര മതി. അതിലേക്ക് നമ്മൾ വീണ്ടും തക്കാളി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടി ചെറുതായിട്ട് ചതച്ചടത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ വെള്ളുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും എല്ലാം അടുപ്പത്ത് കിടന്ന് സെറ്റാവുന്നുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം, എല്ലാ അഭിപ്രായങ്ങളും, നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. ഇങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് വരും, അങ്ങനെയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തണം. ഞങ്ങൾക്ക് ആ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ ഇതാ വാടി വന്നിട്ടുണ്ട്. കളർ ഏകദേശം നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം ഒരു ബ്രൗണിഷ് കളർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓവർ ബ്രൗൺ കളറിലേക്ക് വരണ്ട. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണേ. നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ, ആ കളർ കണ്ടറിയാമോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നല്ല പോലെ വേവാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഇനി ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ്റെ.
നല്ല അടിപൊളി സ്മെല്ലാട്ടോ. ഏതായാലും ഇടയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയും മല്ലിച്ചപ്പും പുതിനയും കൂടി ഉള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്നുകൂടി ഇളക്കി കൊടുക്കുന്നു. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ ഇലകൾ കൂടി ചേർത്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇളക്കി സെറ്റാക്കിയതിന് ശേഷം അതൊന്ന് നമ്മൾ പാത്രം വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക. ഗൈസ്, നമ്മുടെ ഒരു 20 മിനിറ്റോളം നമ്മളത് വെന്ത് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വെന്തെന്ന് ഞങ്ങൾ നേരത്തെ നോക്കിയിട്ടോ വെന്തുണ്ടോയെന്ന്. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മുകളിലൊന്ന് പാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിച്ചപ്പും പുതിനയും വളരെ കുറച്ച് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തത് കൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി അടച്ച് വെക്കുകയാണ്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് സെറ്റാവും. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ കറി മാറ്റി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. സ്മെല്ലാണ്, അടിപൊളി. നല്ല ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മളിനി മറ്റൊരു പാത്രത്തിലേക്ക് വീണ്ടും മാറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല അടിപൊളി കപ്പയുടെ കൂടെ ചിക്കൻ കറി കൂട്ടി നല്ലൊരു പിടുത്തം അങ്ങോട്ട് പിടിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. നല്ല കപ്പേൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നത്. കുറച്ച് ചിക്കൻ ഇതാ സൈഡിൽ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, വെറുതെ ഒരു സൈഡ് ഡിഷായിട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുകയും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.